പേജ് 18 നിങ്ങൾക്ക് ചിത്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചിത്രമാണ് വരക്കുന്നത്. ആ രൂപം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതൊരു പെന്റഗൺ ആണ്. 5 വശങ്ങളുള്ള ഒരു സമരൂപം. അപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പോളിഗൺ ആണ്. 5 സൈഡഡ് പോളിഗൺ ആണ്. അപ്പൊ 5 വശമുള്ള ഒരു പോളിഗൺ എങ്ങനെയാണ് വരക്കുക നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 5 സൈഡുള്ളതിന് വരക്കുമ്പോൾ 360 ഡിഗ്രിയെ 5 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് 72 ഡിഗ്രി കിട്ടും. 72 ഡിഗ്രി അളവ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരക്കേണ്ടത്? ഒരു പെന്റഗൺ വരക്കേണ്ടത്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു വൃത്തം വരക്കുകയാണ്. വൃത്തം വരക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ കോമ്പസ്. അപ്പൊ കോമ്പസിൽ ഒരു ചെറിയ ചിത്രം വരക്കാൻ വേണ്ടിയിട്ട് ഒരു 3 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക? കോമ്പസിൽ അളവെടുക്കുക. സ്കെയിൽ എടുത്തിട്ട് കോമ്പസും എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും 3 സെന്റിമീറ്റർ. അപ്പൊ 3 സെന്റിമീറ്റർ ഞാൻ എടുക്കുന്നത്. 3 എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് 4 എടുക്കാം. എത്ര അത് കുഴപ്പമൊന്നുമില്ല. 3 സെന്റിമീറ്റർ ദൂരം എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ ഒരു വൃത്തം വരക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വൃത്തം നമുക്ക് കിട്ടുന്നു. വൃത്തം നിങ്ങൾക്ക് അവിടെ പെൻസിൽ കൊണ്ടായതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റി ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു വൃത്തം നമുക്ക് അവിടെ കിട്ടുന്നു. 3 സെന്റിമീറ്റർ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിനിവിടെ ഒരു സെന്റർ നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഈ 72 ഡിഗ്രി കിട്ടി. 5 സൈഡ് ഉണ്ടായതുകൊണ്ട് 360 ആയിരിക്കേണ്ടത്. എല്ലാ കണക്കിലും 360 തന്നെ കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ 5 സൈഡ് ഉണ്ട്, 5 കൊണ്ട്. 6 സൈഡാണെങ്കിൽ 6 കൊണ്ട്. അത്രയേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ സെന്ററും അതേപോലെ തന്നെ ഈ വൃത്തത്തിലേക്കുള്ള ദൂരവും നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ യോജിപ്പിക്കുക. സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. ഓക്കെ, കറക്റ്റ്. സ്കെയിൽ വെച്ചിട്ട് അതിനെ ഞാൻ യോജിപ്പിക്കുകയാണ്. ഓക്കെ, അങ്ങനെ വെച്ചു. യോജിപ്പിച്ചതിന് ശേഷം 72 ഡിഗ്രി എടുക്കുക. ഡിഗ്രി എടുക്കുന്നത് ഏതിലാണ്? പ്രൊട്രാക്ടറിലാണ്. പ്രൊട്രാക്ടറിന്റെ സെന്റർ ഈ വൃത്ത കേന്ദ്രം, പ്രൊട്രാക്ടറിന്റെ സെന്ററും വൃത്തത്തിന്റെ കേന്ദ്രവും സെന്ററും ഒന്നിച്ചിട്ട് വരിക. പിന്നെ വൃത്തത്തിന്റെ ആരം നമ്മൾ വരച്ച വര പ്രൊട്രാക്ടറിന്റെ അടിയിൽ വരിക. എന്നിട്ട് 72 ശ്രദ്ധിക്കണം. 72 ശ്രദ്ധിക്കണേ. ഇവിടെ നിങ്ങൾക്ക് ഒരു 60 കാണാൻ കഴിയും, ഇവിടെ 70 കാണാൻ കഴിയും, ഇവിടെ 80 ഉണ്ട്. 72 ആണ് പറഞ്ഞത്. അപ്പൊ 70 ആണ്. അത് കഴിഞ്ഞ് ചെറിയ 2 വര. അപ്പൊ 72 എന്നുള്ള കിട്ടും. തെറ്റിക്കാൻ പാടില്ല. അതായത് പ്രധാനപ്പെട്ട കാര്യമാണ് 72 എടുക്കൽ. ആ 72 എടുത്തിട്ട് അപ്പോൾ നമുക്കൊരു കുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? ഈ സെന്ററും ഈ കുത്തും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. ഈ കുത്ത് ഇവിടെ ഇട്ട് 72ന്റെ കുത്തും തമ്മിൽ നമ്മൾ യോജിപ്പിക്കുക. യോജിപ്പിച്ച് ഇങ്ങനെ വരും. അപ്പൊ ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയത് 72 ഡിഗ്രിയാണ്. ഇനി ചെയ്യേണ്ടത് കോമ്പസ് എടുക്കുക. ഓക്കെ, ഏറ്റവും എളുപ്പമുള്ള വഴിയാ പറയുന്നത്. കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്തുക. ആദ്യം ആരം വരച്ചിട്ടില്ലേ വൃത്തത്തിന്റെ അവിടെ കുത്തുക. അതിനുശേഷം കോമ്പസ് അകത്തിയിട്ട് ഇപ്പം വൃത്തത്തിനെ മുറിച്ചിട്ടുള്ള ആ സ്ഥലം കണ്ടില്ലേ? വൃത്തത്തിനെ മുറിച്ചിട്ടുള്ള ആ ഭാഗം കണ്ടോ? ഈ ഭാഗം അവിടത്തേക്കുള്ള ദൂരം എടുക്കുക. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക അറിയോ? ഈ ദൂരം ഇതിലെടുത്തിട്ട് ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് ഒരാരം ഇതിൽ വരക്കുക. ഇവിടെ കുത്തിയിട്ട് ഒരാർക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ വരക്കുക. അതേപോലെ ഇവിടെ കുത്തിയിട്ട് ആ മുറിച്ചെടുക്ക കുത്തിയിട്ട് ഇവിടെ വരക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കുത്തിയിട്ട് നമുക്ക് ഇവിടെയും വരച്ചാൽ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ കിട്ടി. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇപ്പൊ ഈ മുറിച്ച ഭാഗങ്ങളുണ്ട്, അത് മാർക്ക് ചെയ്യുക. ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്, ഒന്ന് ഇവിടെയാണ്, പിന്നെ ഇത് രണ്ട് നേരത്തെ ഉള്ളത്. അത് തമ്മിൽ ഈ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുക. ഇവിടെ ഉണ്ടായ ഈ ബിന്ദു ഇതും തമ്മിൽ യോജിപ്പിക്കുക. നോക്ക്, ഇങ്ങനെ യോജിപ്പിച്ചു. ഇത് യോജിപ്പിക്കുക. പിന്നെ ഇപ്പുറത്തെ ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പൊ നമുക്ക് മനോഹരമായിട്ട് 5 സൈഡുള്ള ഒരു രൂപം നമുക്ക് കിട്ടി. ഓക്കെ, 5 സൈഡുള്ള രൂപം കിട്ടി. ഇനി എന്താണ് ഇപ്പൊ നമ്മളോട് പറഞ്ഞത്? ഇനി ആ ചിത്രം കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക. ആ ചിത്രത്തിൽ പറയുന്ന മാതിരി നമ്മൾ വരക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ 5 സൈഡിൽ ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെയുണ്ട്. ഇതെടുത്തിട്ട് ഈ 2 ബിന്ദുക്കളെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഈന്റെ ഓപ്പോസിറ്റിലെ ഈ സൈഡിലേക്ക് ഒരു വര വരക്കുക.
ശ്രദ്ധിക്കണേ, ഒരു വര. ഞാനത് പെൻസിൽ കൊണ്ട് ഞാൻ വരച്ചാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് വരുമോ എന്നില്ല ഡൗട്ട് ഉണ്ടായതുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് വരക്കാത്തത്. അപ്പൊ പെൻസിൽ കൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വര വരക്കുക. ഇനി അതേമാതിരി ഇവിടെ നിന്ന് ആ സ്ഥലത്തേക്ക് തന്നെ വേറൊന്ന് വരക്കുക, ആ സ്ഥലത്തേക്ക് തന്നെ വേറൊന്ന് വരക്കുക. അപ്പൊ അതിന്റെ വരച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് വരച്ചതുപോലെ ഇവിടെ നിന്നും നമുക്ക് ഇവിടത്തേക്ക് ഒരു വര വരക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഒരു വര വരക്കുക. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുക, ഒന്നിടവിട്ടിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾക്ക് ഓരോരു പോയിന്റിലേക്ക് നമുക്ക് വരക്കാൻ പറ്റും, താഴെ ഉള്ള അടുത്തടുത്ത സൈഡുകളിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള ഒരു രൂപം നമുക്ക് കിട്ടി. ശ്രദ്ധിക്കണേ, ഈ തരത്തിലുള്ള രൂപം നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ വരച്ചത് ഇത്രയേ ഉള്ളൂ. ഈ സൈഡ് എടുത്താല്, ഇവിടെയുള്ള താഴെയുള്ള ഈ സൈഡ് ഇപ്പൊ നമ്മൾ എടുത്താല്, ഈ സൈഡ് എടുത്താല് ഇവിടെ നിന്നും അവിടത്തേക്ക് വരച്ചു, ഇവിടെ നിന്നും അവിടത്തേക്ക് വരച്ചു, നേരെ ഓപ്പോസിറ്റിലേക്ക്. അതേപോലെ ഇതിനെയും എടുത്തിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും നേരെ എതിർഭാഗത്തേക്ക്, അടുത്തേക്കല്ല, ഇതിന്റെ അടുത്തേക്കല്ല വരക്കേണ്ടത്, ഇവിടെ നേരെ ഇപ്പുറത്തേക്ക്, ഇതിന്റെ ഇവിടത്തേക്കല്ല, ഇവിടെ നേരെ ഇവിടത്തേക്ക്. അപ്പൊ നമുക്ക് ഇതേമാതിരി ഒരു നക്ഷത്രം മാതിരിയുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതായി. ഇനി എന്താ വേണ്ടത്? ഈ നടുക്കുള്ള ഈ ഭാഗം ഒരു കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ഈ ഭാഗം ഒരു കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാഗം കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഈ ഭാഗം, ഈ പുറത്തുള്ള ഈ ഭാഗം വേറൊരു കളറിൽ കൊടുക്കുക, വേറൊരു കളറിൽ കൊടുക്കുക. അതേ കളർ തന്നെ എവിടെ കൊടുക്കുക? ഇവിടെ കൊടുക്കുക. കളറിന് വരെ ഞാൻ പ്ലസ് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരച്ചിട്ട് ഇതേമാതിരി നിങ്ങൾ കളർ കൊടുക്കുക വേണ്ടത്. അതേപോലെ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞിരിക്കുന്ന ചിത്രത്തിലും നമ്മൾ ഇവിടെയും ഒരു കളർ കൊടുക്കുക, ഇവിടെയും ഇതേമാതിരിയുള്ള കളർ കൊടുക്കുക, ഇവിടെയും അതേ കളർ കൊടുക്കുക. ഈ ഒന്നിടവിട്ടിട്ടുള്ള ത്രികോണങ്ങളായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഇത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? മായ്ച്ചു കളയുക. അപ്പൊ ഈ വൃത്തത്തിന്റെ ഈ ഭാഗം നമുക്ക് ഇതെല്ലാം മായ്ച്ചു കളയുക. അതിൻ്റെ ഇടയിൽ വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞാൽ നമ്മൾക്ക് ആ ചിത്രത്തിൽ കാണുന്ന അതേപോലുള്ള മനോഹരമായ ഒരു ചിത്രം കിട്ടും. ഈ ഇടയ്ക്കുള്ള ഇതിനും വേറൊരു കളർ കൊടുക്കുക. ഓക്കെ, ഇതിനും വേറൊരു കളർ കൊടുക്കുക ഇടയിൽ വരുന്ന ഭാഗത്തിന്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള കമന്റ്, ഇത് വരക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റിൽ അറിയിക്കുക. ഓക്കെ, ഇനി നമുക്ക് അതില് രണ്ടാമത്തെ ചിത്രത്തിലേക്കാണ് ഇപ്പൊ നമ്മൾ ഇനി പോകേണ്ടത്. രണ്ടാമത്തെ ചിത്രം, അതിന്റെ വലത്ത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു വൃത്തമുണ്ട്, നീല ഒരു വൃത്തം. അതിൻ്റെ ഉള്ളിൽ ഒരു നക്ഷത്രം പോലെ കാണുന്നുണ്ട്. നക്ഷത്രത്തിന് എത്രയുണ്ടാവും? 5 മൂലയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെയും 5 മൂലയുണ്ടായതുകൊണ്ട് ഇതേപോലെയുള്ളത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ വരക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ വരച്ചതുപോലെ നമ്മൾ 3 സെന്റിമീറ്റർ ദൂരം കോമ്പസില് 3 സെന്റിമീറ്റർ ദൂരം എടുക്കുക. 3 സെന്റിമീറ്റർ മതി. ഓക്കെ, നേരത്തെ എടുത്ത പോലെ 3 നമുക്ക് വരക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ് കുട്ടികളെ. അല്ലാണ്ട് ഈ 3 എന്ന് പറഞ്ഞിട്ട് എപ്പോൾ 3 തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് 4 എടുത്താലും ഞാൻ പറഞ്ഞില്ലേ, തെറ്റൊന്നുമില്ല, ഏത് അളവിലും എടുക്കാം. ഓക്കെ, ഞാനിപ്പോ ഒരു പൊതുവെ ഈ ഒരു പേജിൽ 4 ചിത്രം വരക്കേണ്ടതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 3 എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ചിത്രം ചെറുതായിരിക്കും. ഇങ്ങനെ വരച്ചു. അപ്പൊ അതിനൊരു സെന്റർ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ആ സെന്ററിൽ നിന്ന് എന്ത് ചെയ്യും? നേരത്തെ വരച്ച അതേമാതിരി അപ്പൊ ഇവിടെ നിന്ന് നേരെ ഇവിടത്തേക്കൊന്ന് വരക്കുന്നു. എന്നിട്ടും 5 സൈഡല്ലേ വേണ്ട. അപ്പൊ 72 ഡിഗ്രി. അപ്പൊ പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 72 ഡിഗ്രി, 60, 70, 72 എന്നുള്ളൊരു കുത്ത് വരും. ആ കുത്തിന് കണക്കാക്കിയിട്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ വരെ ഞാനിത് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് വരക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് നേരെ ഇങ്ങനെ വരക്കും. അപ്പൊ നമുക്ക് ഇവിടെയാണ് നമുക്ക് ആവശ്യം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇനിയാണ് അവിടെ കറക്റ്റ് പോയിന്റ്, എളുപ്പ വഴി. ഇവിടെ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ദൂരം കോമ്പസിൽ എടുക്കുക. ശ്രദ്ധിക്കണേ, 2 കണക്കിലും പഠിക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെ വരക്കുക. ഇനി എന്ത് ചെയ്യണം? ഇവിടെ കുത്തിയിട്ട് വീണ്ടും 1, ഇവിടെ കുത്തിയിട്ട് വീണ്ടും 2, ഇവിടെ കുത്തിയിട്ട് വീണ്ടും 3, പിന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അത്ര ദൂരത്തിലേക്ക് വരക്കുക. എന്നിട്ട് അവ തമ്മിൽ സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. ഏത് വൃത്തത്തിൽ നമ്മൾ മുറിച്ചു വെച്ച ഭാഗങ്ങളിലെ
വൃത്തത്തിൽ മുറിച്ചു വെച്ച ഭാഗങ്ങൾ ഇതാ, ഈ മുറിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഇത് വെച്ചിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ യോജിപ്പിക്കുക. 2 ഇവിടുന്ന് 2, അതേപോലെ ഇവിടത്തേക്ക് നമുക്ക് കിട്ടും 3 സൈഡായി, ഇവിടത്തേക്ക് കിട്ടും 4 സൈഡായി, ഇവിടത്തേക്ക് കിട്ടും 5 സൈഡായി. കറക്റ്റ് ആയിട്ടുള്ള രൂപം കിട്ടി. ഇനി എന്താണ് ആ ചിത്രത്തിൽ പറഞ്ഞത് നോക്കിയാൽ, നക്ഷത്രത്തിന്റെ മാതിരിയായുള്ളത് അല്ലേ. അപ്പോൾ നേരത്തെ വരച്ച അതേമാതിരി തന്നെ തുടക്കത്തിൽ വരക്കുക. എങ്ങനെ? സ്കെയിൽ പെൻസിൽ എടുക്കുക. പെൻസിൽ എടുത്തിട്ട് ഈ സൈഡ് ഇവിടെ ഉണ്ടല്ലോ, ഈ സൈഡ്, ഈ താഴത്തെ ഈ സൈഡിന്റെ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്. അപ്പൊ അതേമാതിരി ഒന്ന് വരക്കുക. അതേമാതിരി നമുക്ക് ഇവിടെ വരക്കാം. ഒന്നിങ്ങനെ വരച്ചു, ഒന്നിങ്ങനെ വരച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തതും അതേമാതിരി ഇതാ ഈ സൈഡിൽ കണക്കായിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക. തെറ്റിക്കല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുക. അതേപോലെ ഈ ഭാഗത്തുനിന്നും അതേമാതിരി അങ്ങോട്ട് വരക്കുക, കൃത്യമായിട്ട് വരക്കുക. ഓക്കെ, അങ്ങനെ വരച്ചു. ഇനി ഏത് ഭാഗത്താണ് ബാക്കി വരക്കാൻ നോക്കിയാൽ, ഇതിന് വരച്ചു, ഇതിന് വരച്ചു. ഇനി ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും കൂടെ വരക്കണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ വരക്കണം. എങ്കിൽ നമുക്ക് 5 എണ്ണം കിട്ടുന്നു. കറക്റ്റ്. 5 മൂലയിൽ ഒരു നക്ഷത്രം, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, പെൻസിലോട്ട് വരച്ചിട്ടുള്ള ഒരു നക്ഷത്രമാതിരി നമുക്ക് കണ്ടു. ഇനി എന്ത് ചെയ്യണം നോക്കിയോ, ഇവിടെയുള്ള കാര്യം ശ്രദ്ധിക്കണേ. ഇങ്ങനെ ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി ചെയ്യേണ്ടത് ഇതിനകത്ത് കണ്ട 5 ഇമ്പോർട്ടൻ്റ് ഒന്ന് ശ്രദ്ധിച്ച നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാ. ഇതിനകത്ത് കണ്ടോ 5 നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരക്കുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ വരക്കണ്ട. ഇതിനകത്ത് കണ്ടില്ലേ 5 സൈഡുള്ള ഒരു രൂപം കണ്ടു. ഇതിനകത്ത് 5 സൈഡുള്ളത്. ഓക്കെ, 5 സൈഡുള്ളത് ഇത് കണ്ടു. ഇതിലും അതേമാതിരി വരക്കുക. എന്ത് ചെയ്യാ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് സൈഡിന്റെ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു വര. പിന്നെയോ ഇതാ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു വര. ഈ അറ്റത്ത് നേരത്തെ വരച്ച അതേമാതിരി ഒരു സൈഡിൽ നിന്ന് അതിന്റെ എതിർ മൂലയിലേക്ക്, അതിന്റെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേമാതിരി വരക്കുക. ഇവിടെ നിന്ന് ഇവിടത്തേക്ക് വരക്കുക. അതുമാതിരി ഇവിടെ നിന്ന് ഇവിടത്തേക്കും വരക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, അതിൻ്റെ ഉള്ളിലൊരു നക്ഷത്രം കിട്ടും. നോക്കിയാൽ ഉള്ളിലൊരു നക്ഷത്രം കിട്ടും. അപ്പൊ ഇനി നമുക്ക് വരച്ച ചിത്രമായി. ഇനി എന്ത് ചെയ്യും, ബാക്കിയുള്ള ഭാഗവും മായ്ച്ച് കളഞ്ഞിട്ട് പെയിന്റ് കൊടുത്താൽ അതായി. ഇനിയിപ്പോ ഞാനിപ്പോ പെയിന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാ ഈ ഉള്ളിലത്തെ നക്ഷത്രത്തിന് ഒരു കളർ കൊടുക്കുക. ഉള്ളിലത്തെ നക്ഷത്രത്തിന് ഒരു കളർ കൊടുക്കുക. ഓക്കെ, അത് ഈ ഉള്ളിലത്തെ നക്ഷത്രത്തിന്റെ കളറായി. പിന്നെ മഞ്ഞ വരുന്നുണ്ട്, നീല വരുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ മതി, ഇനി എന്ത് ചെയ്യണം, മഞ്ഞ ചെയ്യണം. മഞ്ഞ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മഞ്ഞയിൽ പെട്ടതാണ്. ഇതെല്ലാം മഞ്ഞയിൽ പെട്ടതാണ് ഈ ഭാഗം. അപ്പൊ അതേമാതിരി നിങ്ങൾക്ക് ഇത് നിങ്ങൾ കളർ കൊടുത്താൽ മതിയേ. ഇതേമാതിരി വലിയ നക്ഷത്രത്തിന്റെ 4 കൊമ്പ് അല്ലേ, 4 മൂല. അപ്പൊ അതിന് 5 മൂലയിലും അത് എന്ത് ചെയ്യാം, ഇതേമാതിരിയുള്ളത് കൊടുക്കുക. അപ്പൊ അത് കറക്റ്റ് ശരിയായി. പിന്നെ ഇനി ഏതാ ബാക്കിയുള്ളത്, ബാക്കിയുള്ളത് ഇതാ ഈ ഭാഗം മുഴുവൻ ഏതിലേക്ക് കൊടുക്കുക, ഈ ഭാഗം മുഴുവൻ ഒരു കളർ കൊടുക്കുക. ഒരു കളർ ഇവിടുന്ന് ഇങ്ങോളം ഒരു കളർ, ഇങ്ങോളം ഒരു കളർ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ 3 വ്യത്യസ്ത കളറിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഈ ചിത്രം ആയി. ഞാൻ കളറിന് പകരം ഇങ്ങനെ വരച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ചിത്രം എൻ്റെ ചിത്രത്തിനേക്കാളും വളരെ ഭംഗിയുണ്ടാവും. ഓക്കെ, കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും അറിയിക്കുക. ഇനി നമുക്ക് 3ാമത്തെ ചിത്രത്തിലേക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിത്രത്തിൽ അവിടെ ഒരു രൂപം കാണാം. അതിന് 8 സൈഡ് ഉണ്ട്. അപ്പൊ 8 സൈഡിൽ രൂപം നമ്മൾ എങ്ങനെയാ വരക്കുക, 5 സൈഡുള്ളത് വരക്കുമ്പോൾ നമ്മൾ 360/5 എന്ന് എഴുതി അല്ലേ, 360/5 ആ ഡിഗ്രി കണ്ടുപിടിച്ചു. അപ്പൊ 8 സൈഡിലാവുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നമ്മൾ 360നെ എന്ത് ചെയ്യുക, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 360നെ 8 കൊണ്ട് നമുക്ക് 45 ഡിഗ്രി കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു വൃത്തം വരക്കുക. നമ്മൾ നേരത്തെ വരച്ചതിൽ 3 സെന്റിമീറ്ററുള്ള വൃത്തല്ലേ നമ്മൾ വരച്ചത്. അതുകൊണ്ട് ഇവിടെയും തെറ്റിക്കണ്ട, ഇവിടെയും നമുക്ക് ആ 3 സെന്റിമീറ്ററിന് എടുത്തിട്ട് വരക്കാം. നമ്മൾ എല്ലാം ഒരേ മോഡലിനായില്ല അന്നേരം. നോക്കിക്കോ, നമുക്ക് ഇവിടുന്ന് 3 സെന്റിമീറ്റർ 0 വരെ കറക്റ്റായിട്ട് 3 സെന്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഒരു വൃത്തം വരയ്ക്കാനേ 3 സെന്റിമീറ്റർ ഉള്ള
3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്താണ് ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരക്കുന്നത്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ചിത്രം കാണുമല്ലോ. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ഒരു വൃത്തം നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ, ഈ രൂപത്തിലുള്ള ഒരു വൃത്തം നമുക്ക് കിട്ടി. ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സെന്റർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സെന്റർ ഉണ്ട്. സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം? ഈ വൃത്തത്തിലേക്ക് ഒരു ആരം വരക്കുക. എല്ലാ കണക്കിനും ഒരേപോലെയാണ്, അതൊന്നും ഓർമ്മിക്കണം. എന്നിട്ട് ഡിഗ്രി നോക്കുക, 45 ഡിഗ്രി. 8 സൈഡ് ഉണ്ടായോണ്ടാ 45 ഡിഗ്രി വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് പ്രൊട്രാക്ടറിന്റെ സെന്റർ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ സെന്ററിൽ വെക്കുക. സർക്കിളിന്റെ സെന്ററിൽ വെച്ചിട്ട് വര ലെവലാക്കി, പ്രൊട്രാക്ടറിന്റെ വലയും നമ്മുടെ വരയും ലെവലാക്കി വെച്ചിട്ട് 45, ഇവിടെ 40 ഉണ്ട്, ഇവിടെ 50 ഉണ്ട്. 40ക്കും 50ക്കും ഇടയിൽ ഒരു ചെറിയൊരു കനത്ത വരയുണ്ട്, അതിനെടുക്കുക. 45 ഡിഗ്രി. അതും ഈ സ്കെയില് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അത് കറക്റ്റ് തമ്മിൽ യോജിപ്പിക്കുക. കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് യോജിപ്പിച്ചു. ഓക്കെ, ഇത്ര പോരെ, ക്ലിയർ ആയി. ഇനി ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ വൃത്തത്തിന് 8 കഷ്ണാക്കണം. അപ്പൊ ഈ ഒരു കഷ്ണത്തിന്റെ നീളം ഇവിടെ നിന്ന് ഇവിടത്തേക്ക് കാണുന്നുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എടുക്കുക. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എടുക്കുക. എടുത്ത് കഴിഞ്ഞിട്ട് 8 കഷ്ണാക്കണം. ഒരു കഷ്ണം ഇവിടെ, ഒരു കഷ്ണം ഇവിടെ, ഒന്ന് ഇവിടെ, പിന്നെ മാറുന്നുണ്ടാവും. നോക്ക്, ഇവിടെ നിന്ന് ഇവിടെ, അതേപോലെ ഇവിടെ കുത്തിയിട്ട് ഇവിടെ, ഇതൊരു വാഴുണ്ടല്ലോ, ഇവിടെ കുത്തിയിട്ട് ഇവിടെ. ഇത്രയും കഷ്ണാക്കിയിട്ട് ഇതിനെ മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക? അവ തമ്മിൽ സ്കെയില് വെച്ചിട്ട് യോജിപ്പിക്കുക. ഈ അകലങ്ങൾ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ 1 2 3 4 5 6 7 8 കഷ്ണം. 8 കഷ്ണങ്ങൾ തമ്മിൽ, ആ മുറിച്ച ഭാഗങ്ങൾ തമ്മിൽ ഇത് തമ്മിൽ യോജിപ്പിക്കുക. അങ്ങനെ 8 കഷ്ണങ്ങൾ യോജിപ്പിക്കാനേ പണിയില്ല, പിന്നെ ചെയ്യാൻ പണിയൊന്നുമില്ല. ഓക്കെ, ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് വരച്ച് പഠിക്കണേ, എല്ലാ കുട്ടികളും പഠിക്കണം. ഓക്കെ, ഓക്കെ, 8 കഷ്ണമാണ്. സ്കൂളിലും ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയിട്ടാകുമ്പോൾ ടീച്ചർ പറയുമ്പോഴും കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, തെറ്റിക്കല്ല. അതുകൊണ്ട് എൻ്റെ പേന ഇങ്ങനെ ഗുസ്തി കളിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ യോജിപ്പിച്ചു. പിന്നെ നമുക്ക് ഇത്രയും രൂപങ്ങൾ നമുക്ക് കിട്ടി. കറക്റ്റ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇത്ര പറയായി. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? ചിത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത്ര ഞാൻ പറഞ്ഞുതരാം. ഈ സൈഡും ഈ 2 പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റിൽ 2 പോയിന്റ് എടുക്കുക. ഈ 2 പോയിന്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? അവർ തമ്മിൽ യോജിപ്പിക്കുക. ഇതും തമ്മിൽ ശ്രദ്ധിക്കണേ, ചതുരം പോലെ കിട്ടണം, റെക്ടാങ്കിളിനെ പോലെ കിട്ടണം. റെക്ടാങ്കിളിനെ പോലെ കിട്ടണം വരക്കുന്നത്. എന്നാലും അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ വരും, സമചതുരം വരും ഉള്ളില്. ഓക്കെ, അതേമാതിരി ഇവിടെയും ഇതും തമ്മിൽ യോജിപ്പിക്കുക. നേരെ വരകൾ നോക്കിക്കോ, ഇങ്ങനെയുള്ളത് യോജിപ്പിക്കുക. ആയി, നമ്മളുടെ ആൻസർ ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾ ഒരു കളർ കൊടുക്കുക, ഇവിടെ ഒരു കളർ കൊടുക്കുക, പിന്നെയോ ഇവിടെ ഒരു കളർ കൊടുക്കുക, വേറൊരു കളർ ഇവിടെ കൊടുക്കുക, പിന്നെ ഇവിടെ വേറൊരു കളർ കൊടുക്കുക. ഇവിടെ കൊടുക്കുന്ന കളറിന് ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഓക്കെ, ഇവിടെ കൊടുക്കുന്ന കളർ തന്നെ ഇത് തന്നെ ഇവിടെയും കൊടുക്കുക, ഇവിടെയും കൊടുക്കുക. ഐഡിയ മനസ്സിലായല്ലോ? ശരി ഇട്ടെടുക്കുക, മറ്റേതിനുള്ളിൽ കൊടുത്താൽ ഈസി ആയിട്ട് നമുക്കതാ എത്ര എളുപ്പത്തിൽ കഴിഞ്ഞു നോക്കിയാൽ. ഓക്കെ, അപ്പൊ എല്ലാം ഇതിനെ ഒക്ടഗൺ എന്നാണ് പറയാട്ടോ കുട്ടികളെ. ഒക്ടഗൺ പേര് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, റെഗുലർ ഒക്ടഗൺ, എല്ലാ സൈഡും തുല്യമായിട്ടില്ല. സമ അഷ്ടഭുജം എന്ന് മലയാളം. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 കൈ, 8 വശം ഉള്ളതെന്നാണ് ഇനി പറയാം.
ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കേക്ക് മാതിരി ഉണ്ട് കാണുമ്പോൾ അല്ലെ? കേക്കിന്റെ മുകളിൽ എത്ര സൈഡ് ഉണ്ട് നോക്കിയാൽ 1 2 3 4 5 6 സൈഡ്. അപ്പൊ നമ്മൾ 6 സൈഡ് ഉള്ളത് നമ്മൾ വരക്കാം. 6 സൈഡിൽ വരക്കുമ്പോൾ എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് നേരത്തെ വരച്ചത് മാതിരി പറയാം. 6 സൈഡിൽ വരക്കുമ്പോൾ ആദ്യം 3 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വൃത്തം വരക്കുക. 3 സെന്റിമീറ്റർ എടുത്തിട്ട് കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വൃത്തം വരയ്ക്കാൻ. അതിന് 3 സെന്റിമീറ്റർ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരേപോലെ ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ തെറ്റിക്കണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ട് നമ്മൾക്ക് ഒരു വൃത്തം നമുക്ക് വരക്കാൻ പറ്റും. എത്ര? 6 സൈഡുള്ളതാണ് മേലത്തെ വരക്കുന്നത് കേട്ടോ. അപ്പൊ 6 സൈഡ് ഉണ്ട്. 6 സൈഡ് ഉണ്ടാകുമ്പോൾ എത്ര ഡിഗ്രി? 60 ഡിഗ്രി. അപ്പോൾ എന്ത് ചെയ്യുക? സെന്റർ ഇത് തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുക. മറ്റേത് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കണ്ടാൽ മതി. ഓക്കെ, ഇത് വെച്ചിട്ട് സെന്റർ ഇതും തമ്മിൽ യോജിപ്പിക്കുക. ഇനി 60 ഡിഗ്രി എടുക്കുക. എന്താ 60 ഡിഗ്രി വേണ്ട കാരണം? 6 സൈഡാണ്. 360ന് 6 കൊണ്ട് വരച്ചാൽ എത്ര കിട്ടും? 60 ഡിഗ്രി. ആ വരക്കുന്ന ഡിഗ്രിയിൽ ഓർമ്മിക്കണേ. പ്രൊട്രാക്ടർ എടുക്കുന്നു. പ്രൊട്രാക്ടർ എടുത്തിട്ട് സെന്ററിൽ ഇവിടെ വെക്കുന്നു. എന്നിട്ട് 60 ഡിഗ്രി 60 എടുത്തു. 60 എടുത്തത് 60 ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു കുത്തിടുന്നു. 60 കുത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ വെക്കുന്നു. ഇതിലേമാതിരി 2 3 നമ്മൾ ചെയ്തു, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആക്കുന്നത് കേട്ടോ. സ്കെയിൽ വെച്ചിട്ട് ഇത് യോജിപ്പിക്കുന്നു. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുന്ന, ഇവിടത്തേക്കുള്ള ദൂരം എടുക്കുന്നു. അതാണ് ഓർമ്മിക്കേണ്ടത്. ഇവിടത്തേക്കുള്ള ദൂരം എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ കുത്തുന്ന 1, ഇവിടെ കുത്തുന്ന ഈ ദൂരം. അതേമാതിരി അപ്പൊ 6 കഷ്ണം വരും ടോട്ടൽ. ആദ്യം വരച്ചതടക്കം എത്ര കഷ്ണം വരും? 6 കഷ്ണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇവ തമ്മിൽ യോജിപ്പിക്കുന്നു. 1 വരച്ചു, രണ്ടാമത്തത് വരച്ചു, മൂന്നാമത്തത് കൃത്യം വെച്ചിട്ട് തന്നെ വരക്കണേ. കൃത്യം വെച്ചിട്ട് തന്നെ വരക്കണം. മൂന്നാമത്തത് വരച്ചു. മൂന്നാമത്തതിനൊരു കളി. മൂന്നാമത്തെ വരച്ചു. നാലാമത്തത് വരച്ചു. 4 വരച്ചു. ഇനി ഇതാ അഞ്ചാമത്തത് ഇത് വരച്ചു. അഞ്ചാമത്തത്. പിന്നെ ഇതാ ആദ്യത്തത് ലഭിച്ചാൽ 6ാമത്തത്. ഇപ്പൊ എന്തായി? ഷഡ്ഭുജായി. നോക്കിയാൽ ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്ന ചിത്രത്തിൽ മേലെയുള്ള ഭാഗം കിട്ടി. ഒരു ലൈറ്റ് കളർ കണ്ടില്ല, അത് കിട്ടി. ഇനി എന്ത് ചെയ്യണം? താഴോട്ട് ഓരോരു കാല് വരച്ചു കൊടുത്താൽ നമ്മളെ കഥ കഴിഞ്ഞു. താഴോട്ട് വരക്കുന്ന കാല് എല്ലാം ഒരേ നീളം എടുക്കണമെന്നേ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഇതിപ്പോ ഞാൻ 3 സെന്റിമീറ്ററിൽ എടുത്തിന്. അപ്പോൾ ഇതിന്റെ കാല് ആ 3 തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ താഴോട്ട് നമുക്ക് 3 എടുക്കാം. 3 എടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 മുതൽ താഴോട്ട് 3. ഇവിടെ നേരെ കുത്തന. അത് കുത്തന വരക്കണേ. കുത്തന വരക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുക. സെറ്റ് സ്ക്വയർ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് താഴോട്ട് 3 അടയാളപ്പെടുത്തുക. 3ന്റെ അടുക്ക് എടുക്കുക. അപ്പൊ ആ ദൂരി പോയിന്റ് ഇടുക. പോയിന്റ് ഇട്ടിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ യോജിപ്പിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തിന് കറക്റ്റ് ആയിട്ട് ഇത് വെക്കുക. കറക്റ്റ് ആയിട്ട് അത് വെച്ചിട്ട് 90 ഡിഗ്രി വേണമെന്നാണ്. അപ്പൊ അത് നേരെ താഴോട്ട് അതും വരക്കുക. 3 സെന്റിമീറ്റർ അതും വരച്ചു. ഓക്കെ, ഇനി ഇപ്പുറത്തിന്റെയും അതേമാതിരി 3 എടുക്കുക. അപ്പൊ ഈടെ ഒരു വരയുണ്ട്. ആ വരക്ക് കണക്കാക്കിയിട്ട് വെച്ചാൽ മതി. ആ വരക്ക് കണക്കാക്കിയിട്ട് വെച്ചാൽ അതിനെയും നമുക്ക് എന്ത് കിട്ടും? നേരെ കുത്തനെ നേരെ അതിൻ്റെയും വരക്കുക. ഓക്കെ, അപ്പോ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള ഒരു രൂപം. ഇവിടെയും കിട്ടി. അത് 3 വേണ്ടേ, കുറച്ച് അധികമായിപ്പോയി. സോറി, അധികമായിപ്പോയി. അത്രേ വേണ്ടു. അതേമാതിരി ഇപ്പുറം അതേമാതിരി എടുക്കുക. 3 സെന്റിമീറ്റർ ഇവിടെയും എടുക്കുക. ഇവിടെ കുത്തനെടുത്തിട്ട് 3 സെന്റിമീറ്റർ. എന്നിട്ട് ഇനി എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഐസ്ക്രീം മാതിരി വെച്ചിട്ടുള്ള വലിയ ഒരു രൂപം നമുക്ക് കിട്ടും. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇവിടെയാണ് യോജിപ്പിക്കേണ്ടത്. ഇത്ര പോലെയാണ് യോജിപ്പിക്കേണ്ടത്. ഇവിടെയാണ്. മറ്റേ ആ വര, ഈ താഴത്തെ വര അധികമായി പോയതാണ്. അപ്പൊ അങ്ങനെ വരച്ചാൽ നമുക്ക് ആവശ്യമില്ല. ഇതെല്ലാം ഒരു കളറിൽ കൊടുക്കുക. ഈ 3 ഒരു കളർ കൊടുക്കുക. മേലത്തെ ഭാഗം വേറൊരു കളറിൽ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം മായ്ച്ചു കളഞ്ഞ് നമുക്ക് ഉള്ളതായി. അപ്പോൾ ഇത് 60 ഡിഗ്രി വരച്ചിട്ടാണ് മേലോട്ട് താഴോട്ട് കാലുകൾ വരക്കുന്നത് എന്നുകൂടി ഓർമ്മിക്കുക. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, 1ാമത്തെ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു.
അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ചിത്രം വരയ്ക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.